അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്കവരെಗೂ ಸೆಲೆಕ್ಟ್ ಆಗಿ ನಿಂತ ವಿಷಯ ഫിത്ർ സക്കാത്തിൻ്റെ ഉള്ളതായിട്ട് ഇക്കട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. വിശുദ്ധ റമദാൻ്റെ ലാസ്റ്റ് ടൈമിലായിട്ട് ഇക്കട് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ വിശുദ്ധ റമദാൻ തീരലും ഷവ്വാലും ചൊല്ല തിങ്ങളുടെ ദർശനാവലോട് കൂടി ഞങ്ങളുടെ മേലെ നിർബന്ധവരണിക്കത്ത ഒരു കാര്യമായിട്ട് ഇക്കട് ഫിത്ർ സക്കാത്തുണ്ടുള്ളത്. ഫിത്ർ സക്കാത്ത് എല്ലാ ഓരോ തടിയുടെ മേലെ നിർബന്ധമുള്ള അണിക്കത്തെ സക്കാത്തായിട്ട് ഇക്കട്. അതായത് പെരുന്നാളുടെ നാളിൽ അണ്ട് ഉണ്ണകു ചോറും വേണം, അണ്ട് ഇടകു ഡ്രസ്സും വേണം, അണ്ട് നിൽക്കുകു ഒരു ആക ഞങ്ങൾക്ക് വേണം. ഇങ്ങനെ ഇന്ന എല്ലാ ആൾമാരുടെ മേലിലും സക്കാത്ത് നിർബന്ധവരും. അപ്പോൾ ഫിത്ർ സക്കാത്ത് എന്ന് ചൊല്ലത് അത് കാര്യം നിർബന്ധമുള്ള അമലായിട്ട് ನಂಗೆ ಕಣಕ್ಕೂಟ್ರದಕ್ಕೆ ಬದಲು ನಿರ್ಬಂಧ ಉಂಡು ಅದು ನಂಗೆ ಹಾಕೋಣ, ಅದರೊಟ್ಟಿಗೆ ಅದಕ್ಕೆ വലിയ മഹത്വം ഉണ്ടോണ്ടും കൂടി നിങ്ങൾ അർത്ഥാക്കണം. തുഹ്റത്തല്ല സിയാം, കഴിഞ്ഞ ഒരു തിങ്കൾ നിങ്ങൾ പിടിച്ച നോമ്പിൽ ബന്ധനക്കത്തെ തപ്പുങ്ങളെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഇന്നെങ്കിൽ അതിനെ പരിഹരിക്കുള്ളേ ഒരു മഹാ ഒന്നായിട്ടിക്കട് ഈ വിശുദ്ധ ഫിത്ർ സക്കാത്തിൻ്റെ ഉള്ളത്. അപ്പോൾ പിരിസത്തെ മോമി നിങ്ങൾ അത്ര നിയമങ്ങളെല്ലാം എന്തോ പഠിച്ചിട്ട് നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കറാവണം. അള്ളാഹു നിങ്ങൾക്ക് അത് തൗഫീക്ക് തരട്ട്. വിശുദ്ധ റമദാനിൽ നിങ്ങൾ ആക്കിയോ എല്ലാ നല്ല കാര്യങ്ങൾ അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങൾ ആറ് മേലിൽ നിർബന്ധം എന്നാ ചെന്ന് പെരുന്നാളുടെ നാളിൽ അണ്ട് ഉണ്ണകു ഫുഡും വേണോ, അത് തിന്നകു ഫുഡും വേണോ, ഉടുക്കുക ഡ്രസ്സും വേണോ, ദക്കുക അകവും വേണോ. ഈ സൗകര്യമുള്ള എല്ലാ ആൾമാരുടെ മേലിലും സക്കാത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവും. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ പെരുന്നാളിൻ്റെ ദർശനാവലോട് കൂടി നിർബന്ധമായിട്ട് ഇക്കട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തുക്ക് പണ്ട് മുന്നോലെ ഈ ഫിത്ർ സക്കാത്ത് നിങ്ങൾ കൊടുത്ത് വീട്ടിട്ട് പറഞ്ഞു. പെരുന്നാൾ നിസ്കാരയും തൊട്ട് പിന്തിക്കൽ കറാഹത്തായിട്ട് ഇക്കട്. പെരുന്നാൾ അണ്ടത്തെ മഗ്രിബിറയും തൊട്ട് പിന്തിക്കൽ ഹറാമായിട്ട് ഇക്കട് എന്ന് ചൊന്നെങ്കിൽ അണ്ടത്തെ മഗ്രിബിറയും തൊട്ട് പിന്തിച്ച് കൊടുക്കൽ നിർബന്ധമായിട്ട് കൊടുക്കണേ. പക്ഷെ അവർ ഹറാമാക്കിയ തപ്പു ശിക്ഷ ഞങ്ങൾക്കുണ്ടോ. അപ്പോൾ പിരിസത്തെ മോമിനികളെ ഈ ഫിത്ർ സക്കാത്ത് ഞങ്ങൾ ഭയങ്കര ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. യന്ത്ര കൊടുക്കണോണ്ടുള്ളതായിട്ട് ഇക്കട്. അതായത് ഞങ്ങളുടെ റായത്തെ മുഖ്യ ആഹാര യന്ത്രം, ഞങ്ങളുടെ റായത്തെ മുഖ്യ ആഹാര അരിയായിട്ട് ഇക്കട്. അപ്പോൾ അരിയായിട്ട് ഇക്കണം ഞങ്ങൾ കൊടുക്കണായത്. എത്ര കൊടുക്കണം ചൊല്ലതുக்கு മുന്നൊരു വിഷയം ചൊല്ലത്, ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കുമ്പോൾ അത് എത്ര ഉണ്ടുകൊണ്ട് തൂക്ക നോക്കിയിട്ടല്ല കൊടുക്കണായത്. അതിൽ അളത്തായിട്ട് ഇക്കട്, ലിറ്റർ കണക്കിലുള്ള അളത്തായിട്ട് ഇക്കട് ഞങ്ങൾ കൊടുക്കണായത്. അപ്പോൾ ഏതായാലും അത് ഇപ്പം ഞങ്ങൾ അരി കൊടുക്കുന്നത് കൊണ്ട് അരി തൂക്കി കൊടുക്കുന്ന സാമാനായത് കൊണ്ട് എത്ര കൊടുക്കാണ്ടുള്ള ഒരു ഇത് മഹാന്മാർ ഞങ്ങൾക്ക് വഴിപാട്ടി തണ്ടാറ്. 2,600, അതായത് 2 കിലോവും 600 ഗ്രാമായിട്ട് ഇക്കട് കൊടുക്കണായത്. ആയെങ്കിലും ഞങ്ങൾ യൂസ് ആക്കിയ അരി അതിൽ തൂക്കാതെ ഇതെല്ലാം വ്യത്യാസം ബറക്ക് ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തിൽ ഞങ്ങൾ കൊടുക്കാണ്ട് ഹക്കായിട്ട് ബാക്കിയാവരെ ബദൽക്ക് ഞങ്ങൾ 2,600 കൊടുക്കാണ്ട് ഒരു 2,800 ഒരു 3,000 കൊടുക്കുക വേണമായിട്ട് അങ്ങനെ ശ്രമിക്കണം. 3,000 ഗ്രാമ അല്ലെങ്കിൽ 2,800 ഗ്രാമ കൊടുക്കുക വേണം ശ്രമിക്കണം. ഞങ്ങൾ അല്ലെങ്കിൽ ഒരു ടോട്ടലി ചൊന്നെങ്കിൽ ഒരു 3 കിലോമേ കൊടുക്കൂ. വർഷത്തിൽ ഒരുക്കല്ലേ ഒരു തെല്ല് ഒരു 400 ഗ്രാം പരിപ്രായം എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുരോടിയായിട്ട് ഞങ്ങൾ ബാക്കിയാവും തീരാ. ഹക്ക് പൂർത്തിയാവുക വേണമായിട്ട് ഹക്ക് ഞങ്ങളുടെ ഭാഗത്ത് ബാക്കി വെക്കാനിട്ട് അതുപോലെ ഞങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ചൊന്ന പോലെ പൂർത്തിയാക്കി കൊടുക്കുക വേണമായിട്ട് ഒരു 3 കിലോ ഒരു തടിയുടെ മേലായിട്ട് ഞങ്ങൾ കൊടുക്കണോ. ആര് കൊടുക്കണോ? ഇപ്പം നൻ്റെതും നൻ്റെ പെഞ്ഞായി നൻ്റെ മക്കൾ ഞാൻ കൊടുക്കണോ. നൻ്റെ ഉമ്മറും ബാപ്പറും നാണ് ചിലവ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങളതും ഞാൻ കൊടുക്കണോ. ഒരു തടിക്ക് 3,000 ഗ്രാം അനുസരിച്ച്, അതായത് 3 കിലോ അനുസരിച്ചിട്ടെങ്കിലും ഞങ്ങൾ കൊടുത്തെങ്കിൽ എല്ലാ നിലക്കും നിങ്ങൾ പെർഫെക്റ്റായ ആറ് കൊടുക്കണമെന്ന് ಗೊತ್ತುಂಡು. ഫക്കീർ മിസ്കീൻ ചൊന്നിട്ട് ഇങ്ങനെ 8 വിഭാഗ സക്കാത്ത് അർഹരായ ആൾമാരെ എണ്ണിയുണ്ടുണ്ട് നിങ്ങൾക്കെല്ലാം ಗೊತ್ತುಂಡು. അപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള പാവങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ എന്തിനാക്കണം അങ്ങ് എത്തുപാട്ടി കൊടുക്കണം. പെരുന്നാളിൻ്റെ ജാവുകയെ കൊടുത്തേ ഭാരി ഉത്തമ. സുബൈക്ക് പെരുന്നാൾ നിസ്കാരത്തിൽ പണ്ട് മുതൽ എപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കുക. അതേ ടൈമിൽ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ കറാത്ത് ചെന്ന് അതേ ടൈമിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ ആർക്കാ കൊടുക്കുമെന്ന് ഇരിച്ച ഒരാൾ പാവത്തൊരാൾ അയാളിപ്പോൾ എവിടെമ്മ ദൂരറായത്ത് പോയി അതിലൊരു ഉച്ച 12 ഗಂಟೆ വന്നിട്ട് എത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഞങ്ങൾ ആ ഒരു കൊടുക്കണായ അരിയുടെ കെട്ട് ബാക്കി അയാൾക്ക് വേണമായിട്ട് ഞങ്ങൾ ഒന്ന് മാറ്റി വെക്കുന്നത് അതോടെ കറാഹത്ത് പണ്ടില്ല. അങ്ങനെ ഒരു ആളുണ്ട് ഒരു ടാർഗറ്റ് ഇല്ലാണ്ട് ഒട്രാസ് ഇങ്ങനെ വെച്ചിട്ട് ആക്കൃതായിട്ട് കറാഹത്ത് പണ്ടതുണ്ട്. പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പിരിസത്തെ മോമിനിങ്ങളെ ആര് എവിടെ കൊടുക്കണം ചെന്നെങ്കിൽ ചൊവ്വാളുടെ ദർശനം ചന്ത ദർശനം ആവുമ്പോൾ ചൊവ്വാളുടെ പിറവി കാണുമ്പോൾ ആൾ എവിടെ ഉണ്ടാ ആ റായത്തിലായിട്ടിക്കൂടെ ഞങ്ങൾ കൊടുക്കണായത്. ഇപ്പം ഞാൻ എൻ്റെ റായത്തില്ല എൻ്റെ ഡ്യൂട്ടി
ആക്കുന്ന പള്ളിയിലായിട്ട് കിടന്നാണുള്ളൂ. അപ്പോൾ ഇന്നത്തെ ജാവ് ചന്ദ്ര ദർശനം ആകുമ്പോൾ ഞാൻ എൻ്റെ ഈ രായത്തിലായിട്ട് ഈ രായത്തിൽ ഞാൻ ഉള്ള രായത്തിലായിട്ട് കൊടുക്കണത്. അതേ ടൈമിൽ എൻ്റെ പെഞ്ഞായി മക്ക ഉള്ളത് വേറെ രായത്തിലായിട്ട് എൻ്റെ രായത്തിൽ. അപ്പോൾ ഞാൻ എന്തിനാക്കണം അങ്ങനത് ഉള്ള രായത്തിൽ ഞങ്ങൾ കൊടുക്കണോ. അതുക്കുള്ള പൈസമ ആയിട്ടമായിട്ട് പറ്റിട്ട് ഞാൻ ആട്ടെങ്കിൽ ഏൽപ്പാട്ടിട്ട് അങ്ങനെ ഞാൻ ഏൽപ്പിച്ചിട്ട് കൊടുക്കണോ. കൊടുക്കുമ്പോൾ നീയത്ത് കഡായിട്ട് ഇക്കട്. നീയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫർദായ ഫിത്തർ സക്കാത്ത് ഞാൻ കൊടുക്കുകയായിട്ട് നീയത്താക്കണം. എൻ്റെ മേലിൽ ഫർദായത്. അപ്പോൾ എൻ്റെ പെഞ്ഞായി മക്കളതെല്ലാം എൻ്റെ മേൽ ഫർദായിട്ടുണ്ട്. അത് ഓരോ തടിക്കനുസരിച്ചിട്ട് ഉള്ളതായിട്ട് ഞാൻ കൊടുക്കണമായത്. കൊടുക്കുമ്പോൾ എൻ്റെ മേൽ നിർബന്ധമായ ഫിത്തർ സക്കാത്ത് ഞാൻ കൊടുക്കുകയായിട്ട് നീയത്താക്കുക. എപ്പോൾ നീയത്താക്കുക? അങ്ങാടി അരി നിങ്ങൾ പോയിട്ട് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളെ കൈ കിട്ടിയപ്പോൾ അപ്പം നീയത്താക്കുക. ഈ എല്ലാം ആക്കിയിട്ട് കൊടുക്കുവാനായിട്ട് റെഡിയാകുമ്പോൾ അപ്പം നീയത്ത് വെക്കുക. അല്ല നീയത്ത് വെക്കുകയെ നിങ്ങൾക്ക് വേറൊരാളുടെ മേലെങ്കിൽ വക്കാലത്താക്കുക. നിങ്ങൾ കൊടുക്കാറാവുക ചെന്നിട്ട് വേറൊരാളുടെ നിങ്ങൾക്ക് എന്താക്കുക വക്കാലത്താക്കുക. അപ്പോൾ വക്കാലത്ത് കിട്ടിയാൽ എന്താക്കണം? രണ്ടിട്ട് വക്കാലത്താക്കിയ ആളുടെ സക്കാത്തിനെ ഞാൻ കൊടുക്കുകയായിട്ട് നീയത്ത് വെച്ചിട്ട് കൊടുക്കണം. നീയത്ത് പോലും എന്താക്കുക അവർ എന്നൊരാളുടെ ഏൽപ്പിച്ച് കൊടുക്കുക അവർ. അപ്പോൾ പരിശുദ്ധ മുഅ്മിനീങ്ങളെ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഇതായിട്ട് വിഷയം. അപ്പോൾ ഗൾഫിലുള്ള നിങ്ങളെ മക്ക ഇന്നെങ്കിൽ അതായത് ഗൾഫിലുള്ള മക്ക അങ്ങനത് ഗൾഫിലേക്ക് കൊടുക്കണം. ചമ്മാൽ മറിച്ചുണ്ടാവും ഞങ്ങളുടെ കൂടെ സക്കാത്ത് സ്വീകരിക്കാൻ അർഹരായ ആളില്ല എന്നുള്ളത്. അത് ഒരു തപ്പായ ഒരു സന്ദേശമായിട്ട് അങ്ങനല്ല. അർഹരായ ആൾമാർ ഗൾഫിലും ഉള്ളാർ, എല്ലാ ജാഗയിലും ഉള്ളാർ, പൈച്ചോണ്ട് നാൾക്കളിൽ എത്രയോ ആൾമാർ ഉള്ളാർ. അപ്പം അങ്ങനെ ഒന്ന് അർത്ഥാക്കിയിട്ട് തന്നെ എന്തിനാക്കണം? ഉള്ള ജാഗയിലെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം പിരിസത്തെ മുഅ്മിനീങ്ങളെ. അപ്പം വലിയൊരു പൈസക്കാരായ ബാപ്പ മോൾഡത് ഏത് മോൾഡത് മങ്ങിലായിട്ടുള്ള മോൾഡത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ളതായിട്ട് ഈ പൈസ വലിയ പൈസക്കാരായ ബാപ്പ അയാൾ ഞാൻ വലിയ പൈസ അല്ല എൻ്റെ പൈസ ഉണ്ടല്ലോ എൻ്റെ മോൾഡത് ഞാൻ കൊടുക്കുക ചെന്നുകാവില്ല. ആ മോൾഡത് മാപ്പിളർ മേലായിട്ട് അതായത് മങ്ങിലായ മോളായിട്ട് മാപ്പിള മേലായിട്ട് നിർബന്ധം മാപ്പിള കൊടുക്കണം. മാപ്പിള പിന്നെ ചൊല്ല ഇയാൾട്ടോ ഈ കാക്കറോട്ടെ നിങ്ങൾ രണ്ടത് കൊടുക്കറാവാം. അങ്ങനെ വക്കാലത്ത് തന്നെങ്കിൽ എന്താക്കാം അങ്ങനെ കൊടുക്കാണ്ടല്ലാണ്ട് എൻ്റെ മോള് ചെന്നിട്ടു മങ്ങിലായ മോളുടേത് മാപ്പ് കൊടുക്കുകയില്ല. അത് മോളുടെ മാപ്പിളായിട്ട് കൊടുക്കണത്. അപ്പോൾ പിരിസത്തെ മുഅ്മിനീങ്ങളെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു നിൽക്കണായ വിഷയമായിട്ട് നിങ്ങളുടെ മുന്നല്ല ഞാൻ പലക്കെ പറഞ്ഞത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. പെരുന്നാളുടെ ടൈമിൽ ഭാര്യ ബിസിലല്ല പെട്ടിട്ട് ഇതിനെ മറന്നു പോകേണ്ട. ഇത് നിർബന്ധമായതായിട്ട് ഇക്കട്. അപ്പോൾ പിരിസത്തെ മുഅ്മിനീങ്ങളെ സക്കാത്ത് അർഹരായ ആൾമാർക്ക് കൊടുക്കണം. അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് എല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ചും ബിസിൽ നീയത്ത് മറന്നിടണ്ട. കാലി അങ്ങാട്ട് എടുത്താൽ വേണ്ട ഇങ്ങനെ കൊടുക്കലല്ല, നീയത്തായിട്ട് കഡായമായത്. അപ്പോൾ ആ വിഷയം കൂടി ശ്രദ്ധിക്കണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.